ഹായ് ഹലോ കുറച്ചാളായിട്ട് നിങ്ങളുടെ അടുത്തൊന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ നല്ലൊരു ടോപ്പിക്കോ അവസരമോ കിട്ടിയില്ല. പക്ഷെ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ചൈന കുറച്ച് നാളായിട്ട് നമ്മുടെ ന്യൂസിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. അവരുടെ ട്രേഡ് വാർസ്, അതിർത്തി പ്രശ്നങ്ങൾ, ഇങ്ങനെ ചുറ്റുമുള്ള രാജ്യങ്ങളിലൊക്കെ ആയിട്ട് പല പ്രശ്നങ്ങളിൽ അവർ ഏർപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത് ഹോങ്കോങ് സെക്യൂരിറ്റി ലോ. ഇപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും ഹോങ്കോങ്ങിലെ സെക്യൂരിറ്റി ലോയെ കുറിച്ച് നമ്മൾ എന്തിനു അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അത് നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളത്. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്ത് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുക. ഹോങ്കോങ് ബ്രിട്ടീഷ് കോളനി ആയിരുന്നു. ബ്രിട്ടീഷും ചൈനയും തമ്മിലുള്ള ഒരു ഓപ്പിയം വാറിന്റെ ഭാഗമായിട്ട്, അതായത് 1898 ഒരു കരാർ പ്രകാരം ബ്രിട്ടീഷ് ലീസിന് എടുത്തിരിക്കുകയാണ് 99 വർഷത്തേക്ക്. അതായത് 1997 ആ ഒരു കരാർ അവസാനിക്കുകയും ഹോങ്കോങ് തിരിച്ച് ചൈനയുടെ ഭാഗമാവുകയും ചെയ്തു. ഈ ഹോങ്കോങ് ചൈന, ഇത് ചൈന ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിലുള്ള ഒരു രാജ്യമാണ്. ആ ഒരു ട്രാൻസിഷൻ സ്മൂത്ത് ആക്കാനായിട്ട് അവിടെ ഹോങ്കോങ് ബേസിക് ലോ എന്നുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പാസ്സാക്കിയിരുന്നു. അത് പ്രകാരം ഹോങ്കോങ്ങിന് അവരുടെ സ്വന്തം കറൻസി, അവരുടെ സ്വന്തം ഫ്ലാഗ്, അവരുടെ സ്വന്തം ലീഗൽ സിസ്റ്റം, അതായത് ഇതിപ്പോൾ ചൈനയുടെ ഭാഗമായിട്ട് 1 country 2 systems എന്നുള്ളൊരു പോളിസിയാണ്. അതായത് ചൈനയുടെ ഭാഗമാണെങ്കിലും ഹോങ്കോങ്ങിന് അവരുടെ സ്വന്തം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരുന്നു. ഇത് 50 വർഷ കാലാവധിക്ക് വേണ്ടിയാണ് അത് ചെയ്തു വെച്ചിരുന്നത്. അതായത് 2047 വരെ ഇത് വാലിഡ് ആണ്. പക്ഷെ എന്നാൽ ഈ അടുത്ത് ചൈന ഹോങ്കോങ് സെക്യൂരിറ്റി ലോ പാസ്സാക്കി. ഇനി ഈ സെക്യൂരിറ്റി ലോ ആരെ ബാധിക്കുന്നു എന്നുള്ളതല്ലേ? ലോകത്തുള്ള എല്ലാ സിറ്റിസൺസ്, അതായത് നിങ്ങളും എന്നെയും ഉൾപ്പെടുന്ന എല്ലാ സിറ്റിസൺസിനെയും ബാധിക്കുന്ന ഒരു ലോ ആണ് ഹോങ്കോങ് സെക്യൂരിറ്റി ലോ. അത് പ്രകാരം നിങ്ങൾ ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങൾ ഹോങ്കോങ്ങിലുണ്ടെങ്കിൽ ചൈനയിലെ ബീജിങ്ങിൽ നിങ്ങളെ ട്രൈ ചെയ്യാം എന്നതാണ്. അവിടെ ചെയ്യുമ്പോൾ എന്താണ് പ്രശ്നം? അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരമായിരിക്കും നിങ്ങൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഹോങ്കോങ്ങിൽ ചൈനയെ അപേക്ഷിച്ച് വളരെ കൂടുതൽ ഫ്രീഡം ഉണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അവിടുത്തെ സെൻസർഷിപ്പ് റൂൾസും നമ്മുടെ പ്രസ് ഫ്രീഡമാണ്. ചൈനയിൽ അവൈലബിൾ അല്ലാത്ത യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ ഇതെല്ലാം ഹോങ്കോങ്ങിൽ നമുക്ക് കിട്ടും. ഇനി ഇതെല്ലാം അറിഞ്ഞിരിക്കുന്ന എന്തിന് എന്ന് ഞാനിപ്പോൾ വഴിയെ പറഞ്ഞു തരാം. ചൈനീസ് നിയമപ്രകാരം നിങ്ങൾ ചൈന, ടിബറ്റ്, തായ്വാന്റെ ഓട്ടോണമിയെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്താൽ നിങ്ങൾ ഒരു ക്രിമിനലാണ്. നിങ്ങൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ അല്ലെങ്കിൽ എതിർത്ത് പറഞ്ഞാൽ നിങ്ങൾ ഒരു ക്രിമിനലാണ്. നിങ്ങൾ ചൈനയ്ക്കെതിരെയുള്ള ഇന്ത്യൻ നയങ്ങളെ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾ ഒരു ക്രിമിനലാണ്. ഇപ്പോൾ കാര്യം എന്താണെന്ന് മനസ്സിലായോ? ഇപ്പോൾ തന്നെ ഈ അടുത്ത് വളരെ മൈലേജ് കിട്ടിയ ഒരു ക്യാമ്പയിനാണ് #boycott Chinese products എന്നൊക്കെ പറഞ്ഞ് പല ഹാഷ്ടാഗുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഹാഷ്ടാഗ് ഉപയോഗിക്കുകയോ അതിന്റെ വീഡിയോസ് നിങ്ങൾ കൂടുതൽ കാണുകയോ, അല്ലെങ്കിൽ നിങ്ങൾ ടിക്ടോക്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് എതിർത്ത്, ചൈനയെ എതിർത്ത് നിങ്ങൾ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ഒരു ക്രിമിനലാണ്. ഇനി ഇതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതല്ലേ? ഹോങ്കോങ് സെക്യൂരിറ്റി ലോ പ്രകാരം നിങ്ങളെ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം എന്നുള്ള നിലയ്ക്കാണ് നിൽക്കുന്നത്. പക്ഷെ എന്ന് കരുതി നിങ്ങളെ വീട്ടിൽ വന്ന് നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകാം എന്നല്ല അതിനർത്ഥം. നിങ്ങൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങൾ ഹോങ്കോങ്ങിലോ ചൈനയിലോ കാല് കുത്തുകയാണെങ്കിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് വിചാരണ ചെയ്യപ്പെടാം എന്നാണ് അതിനർത്ഥം. അതായത് ഇനിയിപ്പോൾ നിങ്ങളുടെ കണക്ഷൻ ഫ്ലൈറ്റ് ആണെങ്കിൽ പോലും, നിങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പോവാണ്, ഇവിടെ നാട്ടിൽ നിന്ന് ഓസ്ട്രേലിയ പോവാണ്, നിങ്ങളുടെ കണക്ഷൻ ഫ്ലൈറ്റ് ഹോങ്കോങ് വഴിയാണെങ്കിൽ ഹോങ്കോങ്ങിൽ നിങ്ങൾ കാല് കുത്തുമ്പോൾ നിങ്ങളെ അവർക്ക് വേണമെങ്കിൽ ഡീറ്റെയിൻ ചെയ്ത് അറസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് അവിടുത്തെ ഇന്ത്യക്കാരോ അവിടുത്തെ പെർമനന്റ് സിറ്റിസൺസോ അവിടുത്തെ സിറ്റിസൺസിനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഇത് നമ്മൾ ഓരോരുത്തരും, നമ്മൾ അവിടെ ചെന്നെത്തിയാലും ഇതേ പ്രശ്നം തന്നെയാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തെ മിക്ക രാജ്യങ്ങളും ഇതിനെ എതിർത്ത് വന്നിട്ടുണ്ട്. ഓസ്ട്രേലിയയും UK ഒക്കെ ഹോങ്കോങ്ങിലെ സിറ്റിസൺസിന് സിറ്റിസൺഷിപ്സ് ഓഫർ ചെയ്ത് വന്നിട്ടുണ്ട്. ജപ്പാനും US ഒക്കെ ഓപ്പൺ ആയിട്ട് എതിർത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു നയത്തെക്കുറിച്ച്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ചൈന എങ്ങനെ ഇത് അറിയുന്നു? ഇവിടെയാണ് നമ്മുടെ ഡേറ്റ പ്രൈവസിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ ഇന്ത്യ 59 ആപ്പുകൾ നിരോധിക്കുകയുണ്ടായി, നമ്മുടെ ഡേറ്റ ചോർക്കുന്നു എന്നുള്ള ഇതിൽ. അതായത് നമ്മൾ നമ്മുടെ ഫോൺ ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനത്തെ #boycott China പോലത്തെ ഹാഷ്ടാഗ് ക്യാമ്പയിൻസിൽ നമ്മൾ ഏർപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മൾ ചൈനയ്ക്കെതിരെയുള്ള വീഡിയോസ് നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ ടിക്ടോക്കിൽ നമ്മൾ വീഡിയോ ഉണ്ടാക്കുന്നു. ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഈ ഡേറ്റ അവരുടെ പക്കൽ എത്തുകയാണ്. ചൈനയുടെ ഒരു നിയമപ്രകാരം ചൈനയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയിൽ അവിടുത്തെ ഗവൺമെന്റ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഡേറ്റ അത്രയും കൊടുക്കണം എന്നൊരു നയം അവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഡേറ്റ ചോർച്ച നടക്കുമ്പോൾ നമ്മുടെ ഡേറ്റയ്ക്ക് എന്ത് വാല്യൂ ആണുള്ളത്? അതുകൊണ്ടാണ് ഇന്ത്യ ഉടൻ തന്നെ ഈ ആപ്പുകൾക്ക് നിരോധനം കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉള്ളതല്ല. അപ്പോൾ ഇത് ഓരോ കപ്പാസിറ്റിയിലുള്ളവർക്ക് ഓരോ രീതിയിലാണ് നമുക്കിത് റിയാക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ തന്നെ ഈ അടുത്ത് ട്വിറ്ററിൽ ട്രെൻഡായ ഒരു ട്വീറ്റ് ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന് നമ്മുടെ ആനന്ദ് മഹീന്ദ്ര പുള്ളിക്കാരൻ പറഞ്ഞ ഒരു ട്വീറ്റ് ഉണ്ട്, ചാലഞ്ച് അക്സെപ്റ്റഡ്. അതായത് നമ്മൾ തിരിച്ചടിച്ചിരിക്കും. എങ്ങനെ? നമ്മൾ ഇന്ത്യയിൽ തന്നെ ഒരു മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ തിരിച്ചു വരും എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നു. ഇനി JSW ഗ്രൂപ്പ്, അവർ $400 മില്യൺ ഗുഡ്സ് ആണ് ചൈനയിൽ നിന്ന് വരുത്തിക്കൊണ്ടിരിക്കുന്നത്.
അവർ പറഞ്ഞിരിക്കുന്നത് 2 വർഷം കൊണ്ട് ആ ഒരു ഡിപ്പെൻഡൻസി 0% ആക്കും. അതായത് ഒരു മാക്സിമം അവിടെ നിന്ന് ഒഴിവാക്കി നമ്മൾ സ്വയം പര്യാപ്തരാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ വഴി ഈ ഒരു വലിയൊരു ആക്ടിവിറ്റിയെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതായത് ചൈനീസ് ആപ്സിനെ ഒഴിവാക്കി ഇന്ത്യൻ ആപ്സിൽ ഡിപ്പെൻഡ് ചെയ്യുക, ഇന്ത്യൻ പ്രോഡക്ട്സിലേക്ക് സ്വിച്ച് ചെയ്യുക. ഇപ്പം ഞാൻ ഉൾപ്പെടെ യൂസ് ചെയ്യുന്ന പലരുടെയും മൊബൈൽ ഫോൺസ് ചൈനീസ് ബ്രാൻഡുകളായിരിക്കാം, ചൈനീസ് മെയ്ഡ് ആയിരിക്കാം. അതിൽ നിന്ന് മാറി നമ്മൾ ഇന്ത്യൻ ഓപ്ഷൻസിലേക്ക് സ്വിച്ച് ചെയ്യുക, അല്ലെങ്കിൽ മറ്റ് ഓപ്ഷൻസിലേക്ക് സ്വിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു വീഡിയോ എൻ്റെ ഒറിജിനൽ കണ്ടന്റ് അല്ല. ഇതെനിക്ക് പല വീഡിയോസിൽ നിന്ന് കണ്ട് ഇൻസ്പയർഡ് ആയി എനിക്ക് ക്രോഡീകരിച്ചെടുത്ത കുറേ പോയിന്റ്സ് ആണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ രീതിക്ക് ഇത് മനസ്സിലാക്കുക. ഇത് നിങ്ങളിലേക്കും എനിക്ക് എത്തിക്കണമെന്ന് തോന്നി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കാണാത്തവരുണ്ടാവും. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇത്രയും ക്രോഡീകരിച്ച് ഞാനായിട്ട് തന്നെ പ്രസന്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ്, അതായത് ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് നോക്കാം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുക. എനിക്കറിയില്ല നിങ്ങളെ ഞാൻ ബോറടിപ്പിച്ചോ, നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഇനി ഞാൻ അടുത്ത എന്തിനെ പറ്റി സംസാരിക്കണമെന്നും കൂടെ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.